ഹലോ. അപ്പോൾ നമ്മളോട് കുറേ നാൾ മുമ്പ് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വെയിലായതുകൊണ്ട് പയറിൻ്റെ ഇരിക്കുന്നത് കേട്ടോ, ചോദിച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഹണ്ടിങ് കലേഡിയൻസ് ഒക്കെ ഇപ്പോൾ ഉണ്ടോ, വീട്ടിലുണ്ടോ, ഉണ്ടെങ്കിൽ കാണിച്ച് തരണേന്നൊക്കെ പറഞ്ഞു നമ്മൾ പേഴ്സണലി നമുക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ നമ്മൾ ഹണ്ട് ചെയ്ത് കൊണ്ട് ഇവിടെ കിട്ടിയിരുന്ന കുറേ പേര് ഇപ്പം നമ്മുടെ പുതുമഴയിൽ കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പയറുവള്ളി ആയതുകൊണ്ടാട്ടോ, ബട്ട് ഇവിടെ എല്ലാം ഞാൻ കൊണ്ടിട്ടിരുന്നതാണ് കേട്ടോ. ഇത് ഈ ഒരു കലേഡിയം കണ്ടോ, ഇത് കിട്ടിയ സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം ഈ ഒരു വെറൈറ്റി എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു ഒന്ന് കിട്ടുന്നത്. അപ്പം ആ ഒരു വെറൈറ്റി ഒരുപാട് ഇഷ്ടപ്പെട്ട് ഹണ്ട് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഈ കലേഡിയം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു കലേഡിയം കാണുന്നത്. ഇവിടെ എല്ലാം അമ്മയുടെ കൃഷികളാട്ടോ, മുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ നമ്മുടെ പത്തനംതിട്ട, അതായത് നമ്മുടെ എന്താ പറയുക, ശബരിമലയ്ക്ക് അടുത്ത് പോയി ഹണ്ട് ചെയ്ത കലേഡിയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ഹണ്ട് ചെയ്ത്, എല്ലാവരും ഇഷ്ടപ്പെട്ടാണ്, എന്നാലും ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഹണ്ട് ചെയ്തൊരു കലേഡിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കലേഡിയാണ്. അപ്പം അത് ഫസ്റ്റ് ടൈം കണ്ട് ഇങ്ങനെ വരും. അത് കഴിയുമ്പോഴത്തെ ഒരു സൈഡ് ഫുള്ള് വൈറ്റായിട്ട് മാറുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കലേഡിയത്തിൽ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ഒരുപാട് വ്യൂ കിട്ടിയതും നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ടൊക്കെ വരാൻ കാരണമായിട്ടുള്ള നമ്മുടെ സ്ട്രോബെറി കലേഡിയ കേട്ടോ. ഒരിക്കലും മറക്കാനും പറ്റത്തില്ല ഈ ഒരു ഹണ്ടിങ്. കാരണം ഒരു തോട്ടം നിറയെ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഫസ്റ്റ് ടൈമാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒരുപാട് പറയാൻ പറ്റുന്നില്ല വാക്കുകൾ. അതേമാതിരി ഒരു സന്തോഷത്തോടെ ഹണ്ട് ചെയ്തൊരു കലേഡിയാണ് നമ്മുടെ സ്ട്രോബെറി കലേഡിയെ. വേണ്ടി കൂട്ടത്തോടെ നിൽക്കുന്ന ഇയാളെ നമ്മൾ കുറേ ദൂരം പോയി ഹണ്ട് ചെയ്ത്, എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും അല്ല കേട്ടോ, കുറേ ദൂരം പോയി ഹണ്ട് ചെയ്ത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട്, ആൻറ്റി പറഞ്ഞിട്ട് പോയി ഹണ്ട് ചെയ്തൊരു കലേഡിയാണ്. ഒത്തിരി ഇഷ്ടമാണ് ഈ കലേഡി. ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ. നല്ല ഭംഗിയല്ലേ. ആരാണെന്ന് പറയണ്ടല്ലോ, ഈ വർഷവും നമുക്ക് കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ സുന്ദരിമണിയാണ്. ഇത് ചട്ടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചോദിക്കും നിങ്ങളിത് കിട്ടിക്കഴിയുമ്പോൾ എടുത്ത് കളയാറില്ലേ, വെറുതെ കേട്ടോ. നമ്മളിതുപോലെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് ചട്ടിയിൽ നട്ട് വെക്കും കേട്ടോ. ഇവരെ റെയറായിട്ടുള്ള പീസുകളെല്ലാം ചട്ടിയിലല്ലാത്തവരെ നമ്മൾ നിലത്ത് നട്ട് വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഹണ്ടിങ്ങിൽ പറഞ്ഞിട്ട് റെയറായിട്ട് കിട്ടിയ ഒരു തായ്ലൻഡ് വെറൈറ്റി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലാത്തൊരു സംഭവമാണ് ഈ തായ്ലൻഡ് വെറൈറ്റി. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടിയാണ് കേട്ടോ. നെക്സ്റ്റ് ഇയാളെ ഞങ്ങൾ ഇടുക്കിയിൽ പോയി ഹണ്ട് ചെയ്തതാണ്. ഏട്ടൻ പോകുന്നതിന് മുമ്പേ, എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഹണ്ടിങ് ആണ്. ഏട്ടൻ പോകുന്നതിന് മുമ്പുള്ള ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ഹണ്ടിങ്, കിലോമീറ്ററുകൾ താണ്ടി ഞങ്ങളെടുത്ത ഹണ്ടിങ് ആണ്. ഇടുക്കിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമുക്ക് കിട്ടിയത്. നല്ല ഭംഗിയാണ് കേട്ടോ. പിങ്ക് വന്നിട്ട് ഇങ്ങനെ ഡോട്ട് പോലെ വന്ന് ഫസ്റ്റ് ടൈം തന്നെ ഇങ്ങനെ വരുന്നത് കേട്ടോ. നല്ല രസം. ഞാൻ ഈ നക്ഷത്ര കലേഡിയം എന്നാണ് പറയുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതും ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന കാണാനുണ്ട് ഭംഗി. കൂട്ടത്തോടെ നിൽക്കുകയാണ് ഇവരെല്ലാവരും. ഇങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ബൾബുകളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിരിക്കുമേ കണ്ടോ. ഇവരെല്ലാം ഇങ്ങനെ കൊണ്ടിട്ടേക്കും. പിന്നെ ഈ വർഷവും നമുക്കിതുവരെ കിട്ടിയില്ല. ആൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ശൂലം എന്നാണ് പറയുന്നത് കേട്ടോ. പിങ്ക്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ കേട്ടോ. അപ്പം ഇവർ നിലത്ത് നടുമ്പോഴത്തേനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതിനാണെങ്കിൽ ഞങ്ങൾ ഈ നിലത്ത് കൊണ്ട് നടുന്നത്. നല്ല രസമാണ് കേട്ടോ. വലിയ ലീഫാകും. നമുക്ക് വാടക വീട്ടിൽ നടാനൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നട്ടിരിക്കുന്ന ഇതെല്ലാം കണ്ടോ. നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. ഒരു റെഡ് ലീഫ് കേട്ടോ. ഫസ്റ്റ് ടൈം ഇത് കിട്ടിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തിന് അതിരില്ലാത്ത സന്തോഷമാണ്. കാരണം ഫസ്റ്റ് ടൈം എനിക്കിത് കിട്ടിയപ്പം ഒരു കുഞ്ഞ് തൈ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയത്. റേഷൻ കടയിൽ പോയി ഒരു ഹണ്ടിങ് എന്ന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിൽ കിട്ടിയ ആളാണ്. പിന്നെ ഒത്തിരി അടുത്ത് നമുക്കിത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മുടെ ക്രിസ്മസ് കലേഡിയം. ഇതെനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എൻ്റെ വീടിൻ്റെ പ്രദേശങ്ങളിലൊക്കെയും കാണുന്ന ഒരാളാണ് ക്രിസ്മസ് കലേഡിയം. അപ്പോൾ ഇയാളുടെ ഫസ്റ്റ് ടൈം നമ്മൾ യൂട്യൂബിൽ ഒരു സീറോ കോസ്റ്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കലേഡിയാണ് ഇത് കേട്ടോ. ക്രിസ്മസ് കലേഡിയം. പിങ്ക് ബ്യൂട്ടിയെ കണ്ടോ. എന്നാ ഭംഗിയാണെന്നല്ലേ കണ്ടോ. ഇവരെയൊക്കെ കിട്ടുന്ന സമയത്ത് എന്നാ സന്തോഷം. ഇപ്പോഴും സന്തോഷം തന്നെ കേട്ടോ. ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ എല്ലാവരെയും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ പിങ്ക്. അത് ലൈറ്റ് പിങ്കായിട്ട് മാറുന്നുണ്ടോ. അങ്ങനെ ഞാൻ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എൻ്റെ കലേഡിയത്തിനെ ഒന്നും ഞാൻ കളയാതെ സൂക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. കലേഡി ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. ഇയാൾ പെട്ടെന്ന് അങ്ങ് വാടിപ്പോകുന്നൊരു ടൈപ്പാണ് കണ്ടോ. ഒരുപാടൊന്നും നമുക്ക് കിട്ടാത്തൊരു കലേഡി. ഇതങ്ങനെ വലുതായിട്ട് നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കലേഡിയാണ്. കണ്ണെഴുതി വെച്ച് കൂട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് നട്ടിയൊരു കലേഡിയാണിത് കേട്ടോ. ഇതും ഞാനത് കുഞ്ഞിലെ മുതൽ കണ്ടു വളർന്ന ഒരു കലേഡിയാണിതും കേട്ടോ. നക്ഷത്രപ്പെണ്ണെന്ന് പറയും. ഞാൻ വിടുന്ന പേരാ അതൊക്കെ കേട്ടോ. നക്ഷത്രം പോലെ ഇങ്ങനെ നല്ല ഭംഗിയല്ലേ തോട്ടത്തിലൊക്കെ നിൽക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. ഇടുക്കി സുന്ദരി.
ഇതൊന്നും നേറ്റീവ് അല്ല കേട്ടോ. ഇടുക്കി സുന്ദരി നേറ്റീവ്, ഇതൊന്നും നേറ്റീവ് അല്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ മഴയിൽ കിളിർത്ത് വന്നാൽ, ഇതും നമ്മൾ ഹണ്ട് ചെയ്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ ഹണ്ട് ചെയ്തൊരു റെയർ പീസ് കലയുടെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ വാങ്ങി വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പുതുമഴയിൽ ഇങ്ങനെ കിളിർത്തോരോരുത്തർ വരുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഇടുക്കിയിൽ നിന്ന് ഹണ്ട് ചെയ്ത ആളെ കണ്ടോ, നമ്മൾ ഇടുക്കി സുന്ദരി കണ്ടോ, നമ്മൾ റെഡ്. പിന്നെ ഇടുക്കി സുന്ദരി തന്നെയാണ് ഇതും കണ്ടോ ഫസ്റ്റ്. ഇതൊക്കെ നമ്മുടെ നേറ്റീവ് അല്ല, തായ്ലൻഡ് വെറൈറ്റീസാണ് ഇതെല്ലാം കേട്ടോ. ഇതൊക്കെയും തായ്ലൻഡ് വെറൈറ്റീസാണ്. പുതുമഴയിൽ കുറേ പേര് കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, തായ്ലൻഡ് വെറൈറ്റീസ് ആണ്. ഇത് നേറ്റീവ് വെറൈറ്റി. ഇത് നമ്മൾ അധികം ഹണ്ട് ചെയ്തിട്ടില്ല, കുറച്ച് നമുക്ക് കിട്ടിയൊരു ഹണ്ടിങ് പ്ലാന്റാണിത്. ഇതൊക്കെ നേറ്റീവ് ഒന്നും അല്ല കേട്ടോ, അതൊക്കെ അറിയാമല്ലോ. എല്ലാം നമ്മുടെ തായ്ലൻഡ് വെറൈറ്റീസാണ്. പുതുമഴയിൽ കിളിർത്ത് വന്നതിൻ്റെ കളക്ഷനിലുള്ളവരാണ് ഇതൊക്കെ. ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേന് പുതുമഴയിൽ നമ്മുടെ തായ്ലൻഡ് വെറൈറ്റീസൊക്കെ പൊങ്ങി വരുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ കണ്ടോ. കുറേ ഇതൊക്കെ ഹണ്ട് ചെയ്ത കലേഡിയ കേട്ടോ. ഇതൊന്നും ഹണ്ടിങ് കലേഡിയ അല്ല, അറിയാമല്ലോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. ഭയങ്കര ഇഷ്ടമുള്ളൊരു കലേഡിയ ഇത് കേട്ടോ. അതുപോലെ ഉണ്ട് ഇതും, ഇതൊക്കെ നല്ല ഭംഗിയുള്ള കലേഡിയങ്ങളാണ്. ഇത് തായ്ലൻഡ് വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം രണ്ടാമത് വരുമ്പോൾ നല്ല വലിയ ലീഫായിട്ടായിരുന്നു. ഇത് നമ്മുടെ ആർമി കലേഡിയം, ഒറിജിനൽ ആർമി കലേഡിയാണ് കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതൊക്കെ ഹണ്ടിങ്ങിൽ കിട്ടിയത്. ഇത് ഹണ്ടിങ്ങിൽ കിട്ടിയല്ല, ഇത് ഞാൻ വാങ്ങി വെച്ചൊരു കലേഡിയാണ്. നല്ല ഭംഗിയായത്. ഇത് നമ്മുടെ സുന്ദരി പെണ്ണുണ്ടോ, അടിപൊളിയല്ലേ, ഹണ്ടിങ് അല്ലേ. ഇത് തായ്ലൻഡ് വെറൈറ്റി കേട്ടോ. 150ഓളം വെറൈറ്റി കലേഡിയംസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് കണ്ട ആർമിയുടെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടോ. അങ്ങനെ നമ്മുടെ ഇടുക്കി സുന്ദരിയുടെ 1 രൂപ ഇത്. ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ ഈ കാലിച്ചട്ടിയിലൊക്കെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കലേഡിയത്തിൻ്റെ റാണി എന്നൊക്കെ പറയാവുന്ന കലേഡിയാണ്. ഇതുണ്ട്, ഭയങ്കര ഭംഗിയാണ് ഇയാൾ. നല്ല രസമാണ് ഇയാളെ കാണാൻ. വലിയ ലീഫായി കഴിയുമ്പോഴത്തേന് നമ്മൾ കുറേ സെയിൽ ചെയ്തിട്ടുള്ള കലേഡിയ അതൊക്കെ കേട്ടോ. ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ശബരിമലയിൽ പോയി ഹണ്ട് ചെയ്ത കലേഡി. ഇതൊക്കെ നമ്മുടെ നോർമൽ നേറ്റീവ് വെറൈറ്റി, പക്ഷെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. റെഡ് കണ്ടോ. ഇതൊക്കെയാണ് നമ്മുടെ കലേഡിയത്തിൻ്റെ ഒരു കളക്ഷൻ. ഒരുപാട് സെയിൽ ചെയ്തൊരു കലേഡിയ, തായ്ലൻഡ് വെറൈറ്റി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം ഹണ്ടിങ്ങും കലേഡിയും ഒക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോസുകളാണെന്ന് എനിക്കറിയാം. കാരണം അത്രയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും നല്ല വീഡിയോസുകൾ നമ്മൾ മാക്സിമം ഹണ്ടിങ് വീഡിയോസുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഒറ്റയ്ക്കുള്ളത് കൊണ്ടാണ് കേട്ടോ. ഏട്ടനുള്ളപ്പോൾ നമുക്ക് എല്ലായിടും നമ്മൾ ദൂരത്തൊക്കെ പോയി ചെയ്യുമായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടന് ജോലി സ്ഥലത്തായതുകൊണ്ട് നമുക്കിങ്ങനെ ദൂരത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. പറ്റുന്നിടത്തൊക്കെ മാക്സിമം ദൂരത്തൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സീസണായി വരികയല്ലേ, പുതുമഴയിലെല്ലാം നല്ല രീതിയിൽ പൊങ്ങിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല രീതിയിൽ വീഡിയോസുകളൊക്കെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പം കാണുമ്പം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ കാണുമ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം കേട്ടോ. ഇങ്ങനെ ചക്ക സീസണായതുകൊണ്ട് ഇഷ്ടംപോലെ ചക്കകൾ ഇങ്ങനെ നിൽപ്പുണ്ട്, കണ്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.